ഇലോൺ മാസ്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിത്വം. അദ്ദേഹം ഈ സമ്പന്നതയിലേക്ക് എത്തിയപ്പോഴും അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സക്സസ് സ്റ്റോറികൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന്റെ സാക്രിഫൈസുകൾ, അദ്ദേഹത്തിന്റെ സെറ്റ് ബാക്കുകൾ ഒരിടത്തും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നാൽ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫെയിലിയറും ആ ഫെയിലിയറിനെ അദ്ദേഹം ടാക്കിൾ ചെയ്ത രീതിയുമാണ്. 2008 അദ്ദേഹത്തിന്റെ 2 കമ്പനികളും, സ്പേസസ് ആയിക്കോട്ടെ ടെസ്ല ആയിക്കോട്ടെ, ഈ 2 കമ്പനികളും ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എത്തിയത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തിൽ നിന്ന് ഡൈവോഴ്സ് ആവശ്യപ്പെട്ടതും ഈ വർഷം തന്നെ. ഇതിനെ എല്ലാം അതിജീവിച്ചാണ് ഇന്നത്തെ ടെസ്ലയും ഇന്നത്തെ സ്പേസ് എക്സും അദ്ദേഹം ബിൽഡ് ചെയ്തത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പേസ് എക്സിലും ടെസ്ലയിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അതിന് നമുക്ക് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ എന്റർപ്രണർ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 90s. അദ്ദേഹത്തിന്റെ ആദ്യ ബിസിനസ് ആയ Zip2, അതേപോലെ തന്നെ X.com, ഈ 2 ബിസിനസ്സുകളും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് 90s. അപ്പോൾ ആദ്യത്തെ ബിസിനസ് അദ്ദേഹത്തിന്റെ ബ്രദറിനോടൊപ്പമാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ബിസിനസ്സിൽ ഒരു കോ-ഫൗണ്ടർ ആയിട്ട് പേപ്പാൾ ജോയിൻ ചെയ്യുകയുണ്ടായി. ആദ്യത്തെ ബിസിനസ് ഒരു ഫെയിലിയർ ആയിരുന്നു. എന്നാൽ X.com 2000 പേപ്പാളുമായിട്ട് ജോയിൻ ചെയ്ത ശേഷം അദ്ദേഹം അതിന്റെ CEO ആയിട്ട് മാറി. ഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ ഹണിമൂൺ ആഘോഷിക്കുന്ന വേളയിലാണ് CEO പൊസിഷനിൽ നിന്ന് അതിന്റെ ഡയറക്ടർ ബോർഡ് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായിരുന്നു. എന്നാൽ ഊർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് അവിടെ തന്നെ നിലനിർത്തിയിരുന്നു. 2002 പേപ്പാൾ eBay എന്ന് പറഞ്ഞ കമ്പനി ഏറ്റെടുത്ത് $1.5 ബില്യൺ. എന്നാൽ ആ സമയത്ത് ഇലോൺ മാസ്കിന് ലഭിച്ചതാകട്ടെ $250 മില്യൺ. ഈ $250 മില്യൺ വെച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് കാണുന്ന സ്പേസ് എക്സ് അഥവാ ടെസ്ല, ഈ 2 കമ്പനികളും ബിൽഡ് ചെയ്തത്. പേപ്പാളിൽ നിന്ന് കിട്ടിയ ഇൻവെസ്റ്റ്മെന്റിന്റെ 100 ബില്യൺ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. റോക്കറ്റ് സയൻസിൽ അദ്ദേഹത്തിന് ഒരു ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം പഠിച്ച കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ടായിരുന്നു. അന്ന് വേൾഡിൽ ഏറ്റവും ടോപ്പായിട്ട് നിന്നിരുന്ന ബോയിങ് കമ്പനിക്ക് പോലും ഒരു റീയൂസബിൾ റോക്കറ്റ് എന്ന് പറഞ്ഞ് സ്വപ്നം മാത്രമായി നിന്ന സമയത്താണ് ഇലോൺ മാസ്ക് സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 2004 അദ്ദേഹം ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്തത്. പക്ഷേ ഇൻവെസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്തെങ്കിലും ഗ്രാജുവലി അദ്ദേഹം ആ കമ്പനിയുടെ CEO ആയിട്ട് മാറി. 2008 ഇലോൺ മാസ്ക് ഏറ്റവും കൂടുതൽ ഫെയിലിയർ അദ്ദേഹത്തിന്റെ ലൈഫിൽ നേരിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പേസ് എക്സ് ലോഞ്ച് ചെയ്ത 3 റോക്കറ്റുകൾ ഫെയിലായി. ഓൾമോസ്റ്റ് സ്പേസ് എക്സ് ഒരു ബാങ്ക്രപ്സിയിലേക്കൊക്കെ എത്തുന്ന സിറ്റുവേഷൻ. അത് മാത്രമല്ല, ടെസ്ല എന്ന് പറഞ്ഞ കമ്പനി അവരുടെ 3ാമത്തെ മോഡൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിളിലുമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അവസാന ഫണ്ടിങ് ആയിട്ടുള്ള $14 മില്യൺ ഇലോൺ മാസ്ക് ടെസ്ലയിൽ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അവിടെ നിന്ന് സ്പേസ് എക്സ് ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങായി വന്നത് പേപ്പാളിന്റെ CEO ആയ പീറ്റർ തിയറിയാണ്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് $20 മില്യൺ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാകില്ലായിരുന്നു. ഈ പറഞ്ഞ ഫണ്ടിങ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ 4ാമത്തെ ലോഞ്ച് അദ്ദേഹം സക്സസ്ഫുള്ളിൽ എത്തിക്കും. അതിന് പുറകെ നാസ ഒരു രക്ഷകനായിട്ട് $1.6 ബില്യൺ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഫണ്ടിങ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇത് മാത്രമല്ല, ഇലോൺ മാസ്കിന്റെ ഫാമിലി ലൈഫ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം അദ്ദേഹത്തിന്റെ ആദ്യത്തെ മകനായ നവേദ അലക്സാണ്ടർ മസ്ക് മരിച്ചതാണ്. 10 മാസം ഉള്ളപ്പോഴാണ് ഈ കുട്ടി മരിക്കുന്നത്. SIDS എന്ന് പറഞ്ഞൊരു സിൻഡ്രം വഴിയാണ്. അതിന് ഇന്നേ വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ വേദനയിൽ നിന്നാകാം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ടീം ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചിലാണുള്ളത്. അതുപോലെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. 4 ഭാര്യമാരുണ്ട്. 4 ഭാര്യമാരിലായിട്ട് അദ്ദേഹത്തിന് 11ഓളം കുട്ടികളുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്തത് ആരെന്ന് ചോദിച്ചാലും അവിടെയും ഇലോൺ മാസ്കിന്റെ പേരുണ്ട്. $11 ബില്യൺ ഇലോൺ മാസ്ക് 2021 ടാക്സ് ആയിട്ട് പേ ചെയ്തത്. അപ്പോൾ ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ ചാൻസസ് ഇല്ലാത്ത 2 കമ്പനികളെ, ഒന്ന് ഇലക്ട്രിക് വെഹിക്കിൾ, 2 സ്പേസ് ഷിപ്പ്, ഇത് രണ്ടിലും വലിയ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഇലോൺ മാസ്ക് ആ 2 കമ്പനികളെയും ഇന്ന് സക്സസ്ഫുൾ ആക്കി കാണിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ 2 കമ്പനി ലോഞ്ച് ചെയ്തപ്പോഴും അദ്ദേഹം ഒരു പൈസയുടെ പുറകെയോ അല്ലെങ്കിൽ ഒരു ഫെയിമിന് പുറകെയോ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ എന്ത് ബിസിനസ് എടുത്ത് നോക്കിയാലും നമുക്കൊരു എസ് കാണാൻ പറ്റും. ഒരു സ്പേസ് എക്സ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് ബിസിനസ് ആയ X.com ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മകന് പോലും അദ്ദേഹം X എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ഫ്യൂച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഹ്യൂമൻസിന്റെ കേപ്പബിലിറ്റീസിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓവർകം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലോൺ മാസ്കിന്റെ ഒരു ദീർഘവീക്ഷണത്തോടെ കാണുന്ന ഒരു പ്രൊജക്റ്റാണ് ന്യൂ
ന്യൂറോലിങ്ക്. നമ്മുടെ ബ്രെയിനിൽ ഒരു ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ഗ്രാജുവലി കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി. അതും ഓൾമോസ്റ്റ് ഒരു സക്സസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ തന്നെ ഹൈപ്പർ ലൂപ്പ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ ഒരു സോളാർ സിറ്റി, റിന്യൂവബിൾ എനർജി, മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലോങ് ടേംസ് ആയിട്ടുള്ള പ്രോജക്ട്സ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇലോൺ മാസ്കിന്റെ റെസിലിയൻസ്, ഫെയിലിയറിൽ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ചു വരാം എന്നുള്ളതിനൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇലോൺ മാസ്ക്. അദ്ദേഹത്തിന്റെ വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു 80 to 100 hours per week ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. നമുക്കൊരു 1 year എടുക്കുന്ന പ്രൊജക്ട് 4 months ഫിനിഷ് ചെയ്യാൻ പറ്റും. 9 to 5 വർക്ക് ചെയ്യുന്നവർക്കൊന്നും പോസിബിൾ അല്ല. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, ആ ഡ്രീമിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ ഈ മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, പക്ഷേ മാസ്ക് അത് സക്സസ്ഫുൾ ആയിട്ട് ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയിലായാലും സ്പേസ്എക്സിലായാലും അവർ ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. Well, I think if you want the future to be good, you must make it so. Take action to make it good, and it will be.